മദ്യലഹരിയിൽ വാഹനമോടിച്ച് വഴിയാത്രികന് പരിക്കേൽപ്പിച്ച സിദ്ധാർത്ഥിൻ്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥിനെ വിമർശിച്ചും പരിഹസിച്ചും ഒരുപാട് കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനാണ് സിദ്ധാർത്ഥ്. തട്ടിയും മുട്ടിയും എന്ന സിറ്റ്കോമിലൂടെയാണ് സിദ്ധാർത്ഥിനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനുശേഷം സൂസുവിലും അതേപോലെ തന്നെ ഇപ്പോൾ ഉപ്പുമുളകിലും സിദ്ധു എന്ന കഥാപാത്രമായി തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. എന്നാൽ ചർച്ചകൾ ഇപ്പോൾ വേറൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉപ്പുമുളകിലേക്ക് വരുന്ന മിക്കവരും വിവാദങ്ങളിലൂടെയാണ് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കമൻറ്റുകൾ പറയുന്നത്. ഉപ്പുമുളകിൻ്റെ സംവിധായകനെതിരെ നിഷാസാര പരസ്യമായി ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷം വന്നത് ഋഷിയുടെ വിവാദമായിരുന്നു. മുടിയൻ എന്ന കഥാപാത്രത്തെയാണ് ഋഷി അവതരിപ്പിച്ചിരുന്നത്. ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ സാറും വന്നിരുന്നു. പിന്നീടായിരുന്നു ഉപ്പുമുളകിലെ തന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്ന ബിജു സോപാനവും ശ്രീകുമാറും വിവാദത്തിലായത്. ഇവരാരും തന്നെ പിന്നീട് ഉപ്പുമുളകിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിദ്ധു എന്ന കഥാപാത്രം വീണ്ടും തിരിച്ച് ഉപ്പുമുളകിലേക്ക് ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. സിദ്ധു എന്ന കഥാപാത്രത്തിൻ്റെ തിരിച്ചുവരവോടുകൂടി ഉപ്പുമുളക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും സിദ്ധു തിരിച്ച് ഉപ്പുമുളകിലേക്ക് എത്തുന്നു എന്ന ഒരു സംശയം നിലനിൽക്കുന്നതും. അണിയറ പ്രവർത്തകരുടെ സൈഡിൽ നിന്ന് ഇതുവരെ ഒരു രീതിയിലുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല.